വാർത്തകാലത്തിൽ അവസാനം KSRTC ബസ്സിന്റെ സിവിലിന് വെച്ച് പോലെ ആവോ ജീവിതം. ഇതാണ് ആദിരാത്രിയുടെ പാല്. കാലാന്നെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയൂ, എന്റെ ഭർത്താവല്ലേ. കാൽ ഭാഗമെങ്കിലും വെച്ചേക്കണ്ടേന്ന് ചോദിച്ചതാ. അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി. ഭക്ഷണത്തിന്റെ കാര്യത്തിന് സ്നേഹമൊന്നുമില്ല. നിനക്ക് വല്ലപ്പോഴും ഞാൻ ഒന്നും വേണ്ടി കഴിച്ചോളാം. എനിക്കുള്ള ഞാൻ കഴിക്കും. എന്നോട് ചേർന്ന് ഒട്ടും സ്നേഹമില്ലെങ്കിലാണെങ്കിൽ ഞാൻ എങ്ങനെ ആയുഷ്കാലം മൊത്തം കൂടെ താമസിക്കും. വേണ്ട വേണ്ട വേണ്ട. ആരാ പറഞ്ഞത് എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന്? ഞാനൊരു കടി വെച്ചു തരും കേട്ടോ. നമ്മക്ക് ഈ പൊക്കലിന് വിട്ട് 24 ഇഞ്ചക്ഷൻ ഇടാനുള്ള കൽപ്പനയ്ക്ക് പട്ടി അടിക്കുമ്പോഴല്ലേ? അല്ല, എനിക്ക് രണ്ടും ഒരുപോലെ. പോട്ടെ, നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പറയാം. അതെ, പെണ്ണ് കാണാമെന്ന പേരെന്താ എന്നെ കാണിച്ചേ? ഞാനല്ലേ കാണിച്ചത്? നീയല്ലേ കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചേ? പിന്നെ ഞാൻ പരിപാലത്തെ കുപ്പായിട്ടോണ്ടപ്പോ നീയല്ലേ തലയിൽ പാലക്കെടുത്ത് ഒഴിച്ചത്? അതെന്നൊക്കെ ചേച്ചിന്ന് വിളിച്ച എന്തിനാ? എന്റെ അച്ഛൻ പറഞ്ഞിട്ട് തലയ്ക്ക് മൂത്തവരൊക്കെ ചേച്ചി ചേട്ടാന്ന് വിളിക്കണം. അതെന്താ പുറത്ത് പുറത്ത് കൂഞ്ഞി ഈ പുറത്തല്ലേ? എങ്ങോട്ട് നോക്ക്. ഓ, എന്റെ അപ്പനാ. ആ ഉണ്ടക്കണ്ണ് പോലത്തെ കണ്ണ് കണ്ടില്ലേ? ഇരുട്ടത്ത് കണ്ട അറിയില്ല. തേങ്ങാപ്പൂ പോലത്തെ പല്ല് പുറത്ത് കാണിച്ചാലേ അറിയുള്ളൂ. കേട്ടോനാ. ലൈറ്റ് ഓഫ് ചെയ്ത് കയറി തുറക്കാൻ നോക്ക്. അച്ഛൻ ഒന്ന് ഇവിടെ കിടന്നു വന്നെ. എന്നെ ഭാര്യയുടെ ആദ്രാത്രിയാ. ഓ, നിന്റെ ഭാര്യയുടെ ആദ്യരാത്രിയാണോ? അതിന് നിനക്കെന്താ അവിടെ കാര്യം? ഞാനുണ്ട് കമ്പനിക്ക്. എന്നാണ് ഈ ആദ്യരാത്രിയൊക്കെ ഉണ്ടായത്? അച്ഛാ, കൊതുകിനല്ലേ ക്രിമേരി? കൊതുകിന് ക്രിമിനുണ്ട്. പക്ഷേ മോളെ ഒരു കാര്യം ആലോചിക്കണം. 1921 ജനുവരി മാസം 12-ാം തീയതി, അതായത് ചിങ്ങം 19-ാം തീയതി 11-നും 11:30 ശുഭമുഹൂർത്തത്തിലുള്ള മുഹൂർത്തത്തിൽ ഇവന്റെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താഴ്ചാർത്തി. അങ്ങനെ 12:30 കല്യാണം കഴിഞ്ഞ് ഉച്ചക്ക് 2 മണിക്ക് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് വൈകിട്ട് 6 മണിക്ക് ഞാൻ ജോലിക്ക് കയറി. അതാണ് ഉത്തരവാദിത്വം. അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. മോനെ, അവിടെ കിടന്നിട്ട് ബോറടിച്ച അതിന്റെ പേരിൽ ഞാൻ അതെ, എന്റെ കൂട്ടുകാരൻ ചോറിനൊക്കെ വരും. നിന്റെ കൂട്ടുകാരനെ പിടിച്ചെത്താനേ സ്വന്തം രക്തത്തിൽ പറഞ്ഞ അച്ഛനെ ഒന്നും കെടുക്കാൻ സമ്മതിക്കില്ലല്ലോ. നിനക്കൊരു കാര്യമല്ലോ. മോളെ, ഇവിടെ പ്രസവിച്ചപ്പോഴുള്ള ഈ കൂന് മാറ്റാൻ വേണ്ടി എത്ര ആശുപത്രികളിൽ കൊണ്ടുനടക്കാൻ ഈ അച്ഛൻ മാത്രം ഉണ്ടായുള്ളൂ. 3 വയസ്സോടൊപ്പമുള്ള പോളിയോ വന്ന് അതിന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഈ അച്ഛൻ മാത്രം ഉണ്ടായുള്ളൂ. 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർക്കാൻ ഈ അച്ഛൻ മാത്രം ഉണ്ടായുള്ളൂ. അവസാനം അവ കല്യാണം കഴിച്ച് ആദ്യരാത്രി വന്നപ്പോ അച്ഛനെ വേണ്ടാത്ര. അതെ, അച്ഛൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കില്ല. എന്റെ ജോർജ് കൂട്ടുകാരൻ അമേരിക്കയിൽ ഒരു സമ്മാനമൊക്കെ വരും. ആരും പണി തുറക്കണ്ടല്ലോ. അതുവാ അച്ഛന്റെ മുഖത്തൊരു കണ്ണാണ് കേട്ടോ. ഒരു വൃത്തികെട്ട മുഖം. വൃത്തികെട്ട മുഖമല്ല, വൃത്തികെട്ട മുഖം. അത് വെളുപ്പാൻ കാലത്ത് അച്ഛൻ പാലായിട്ട് പോകണമെങ്കിൽ കമിഴ്മെന്റ് അടിച്ച് ചാണകപ്പണി പോയതാ. അന്ന് അങ്ങനെ വൃത്തികേടായി പോയതാ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാടാ. ഞാൻ വിചാരിച്ചു നീ വന്ന് വാതിൽ ഓർക്കുന്ന അതേ വേലക്കാരൻ. വേലക്കാരന്റെ അപ്പനാണ് വേണ്ടി. ഇയാളെന്റെ അപ്പനാ. നമസ്കാരം. ഞാനൊരു കൂട്ടുകാരനാ. പിന്നെ എന്തൊക്കെയുണ്ട്? ഇതാണ് ഞാൻ കെട്ടിയ പെണ്ണ്. ആണോ? കാര്യം അമ്മയെ പോലെ ഇരിക്കെങ്കിലും എന്റെ ഭാര്യ ആണോ? അതെ. ശരിക്കണ്ട് ഞാനങ്ങനെ. എന്നാലും എനിക്ക് ഭയങ്കര പുരോ അതെ. ജോർജ്, നീ എടുത്തിട്ട് അമേരിക്കൻ സമ്മാനം കൊടുത്തെന്ന് പറഞ്ഞല്ലോ. എടാ, ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ നിനക്ക് സമ്മാനം കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ട് എവിടെ? എടാ, അത് നീ പറഞ്ഞ പോലെ വളരെ പ്രത്യേകതയുള്ള സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമ്മാനത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും നുണ പറഞ്ഞാൽ ആ സമ്മാനം ടിടീക്. എങ്ങനെ? ആരെങ്കിലും എന്തെങ്കിലും നുണ പറഞ്ഞാൽ ആ സമ്മാനം ടിടീക്. നല്ല സമ്മാനം മോനെ. ഇതുപോലത്തെ സമ്മാനത്തിന്റെ ആവശ്യമുണ്ട്. നാട്ടുകാർ മുഴുവൻ കള്ളന്മാരല്ലേ? ആ സമ്മാനം കൊണ്ടുപോകാം. സമ്മാനത്തിന്റെ പേരെന്താണെന്നറിയാമോ? റോബർട്ട്. യന്ത്ര മനുഷ്യൻ. ഞാൻ വിളിക്കട്ടെ? കൊണ്ടുപോകാം. റോബർട്ട്. കള്ളം പറഞ്ഞ പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും നുണ പറഞ്ഞാൽ അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ അപ്പാ, ഈ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ മോന്റെ കല്യാണം പറയല്ല,
ഇങ്ങനത്തെ ഒരു കല്യാണം ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല. എന്തായാലും അല്ല, കല്യാണത്തിന് സദ്യ കറികൾ എത്ര തരം ഉണ്ടായിരുന്നു? ഈ കറികളെ കുറിച്ച് പറഞ്ഞ ഒരു 25 തരം കറികളുണ്ടായിരുന്നു. 10, 5. മോനെ, നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ, എന്താ? നിനക്ക് ഗൾഫിൽ എന്താ ജോലി? ഗൾഫിൽ അല്ല, ഗൾഫിൽ. ഗൾഫിൽ ഞാൻ അറബിയുടെ PM. കോൺട്രാക്ട് വർക്കാണ്. അല്ലേ, പണയം അല്ല, ഒട്ടകത്തിന്റെ ചാണകമാണല്ലേ ചങ്ങാതി. പറയുന്നത് ശരിയാവില്ല. ഞാൻ പോട്ടെ. നീ എനിക്കെന്ത് ഇത്ര വലിയ സമ്മാനം കൊണ്ടല്ലേ? എത്ര രൂപയാ? ഈ സമ്മാനത്തിന് വളരെ നിസ്സാര പ്രൈസ് ഉള്ളൂ. 2 ലക്ഷം രൂപ. 1 ലക്ഷം 50,000. അറബിയുടെ വീട്ടിൽ നിന്ന് കത്തെടുത്ത ചങ്ങാതി. ഞാൻ അപ്പൊ പിടിക്കുക. എല്ലാ കള്ളക്കൂട്ടുകാരൻ വന്നില്ലേ? സമ്മാനം തന്നില്ലേ? മര്യാദക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കയറി നോക്കാൻ നോക്കൂ. ഞാൻ പോയി എന്റെ മുറിയിൽ പോയി കിടക്കട്ടെ. ഞാനീ വാതിക്ക് ഞാനല്ല അച്ഛനാന്ന് പറഞ്ഞാണ് ഞാൻ എവിടെയും പോയി കിടന്നു ഉറങ്ങണം. അതെ, ഇതുപോലെ സാധനം ഈ വീട്ടിൽ വന്ന് നന്നായി. ഇവരുടെയൊക്കെ നുണ അങ്ങനെ അതൊക്കെ പോട്ടെ. നമ്മുടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കല്ലേ? എല്ലാം പറഞ്ഞു തീർക്കണം. നീ കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിരുന്നോ? അയ്യേ ചേട്ടാ, ഞാൻ അങ്ങനത്തെ ആളല്ല.